KSRTC പുതിയൊരു ഉത്തരവ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നു. ഏതായാലും വളരെ കാലമായിട്ട് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ചെക്കർമാരൊന്നും ജോലി എടുക്കുന്നില്ല, അവരുടെ ജോലികൾ കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും അത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കാറ്റഗറിവാദിയായി എനിക്കെതിരായി ഒരുപാട് പടയൊരുക്കങ്ങൾ നടത്തി. അതിന്റെ പേരിൽ ഇവിടുത്തെ ചെക്കിംഗ് ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാർ എനിക്കെതിരെ കള്ളപ്പരാതികൾ ഒരാളെ കൊണ്ട് നടത്തിച്ചു, എന്നെ പിരിച്ചുവിടാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ നടക്കുന്നു. ഏതായാലും അതൊന്നും നമ്മൾ പേടിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ MD തന്നെ പറഞ്ഞിരിക്കുകയാണ് KSRTCയുടെ വരുമാന ചോർച്ച തടയുന്നതിനും, നോട്ട് ചെയ്യണേ, വരുമാന ചോർച്ച തടയുന്നതിനും സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുന്നതിനും നിലവിലെ ലൈൻ ഇൻസ്പെക്ഷൻ കാര്യക്ഷമമല്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാരെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ കീഴിൽ പുനർവിന്യസിച്ച് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടേഴ്സ് സ്ക്വാഡ് ടീം എന്ന പരിശോധനാ വിഭാഗം രൂപീകരിച്ച് ഉത്തരവാകുന്നു. നിന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റിയല്ല ദാസ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ മറ്റേ നാടോടിക്കാരി സിനിമയ്ക്കകത്ത്. ഇത് തന്നെയാണ് MDയോട് പറയാറുള്ളത്. നിങ്ങളിവിടെ തള്ളി മറിച്ചത് എന്തായിരുന്നു? MDക്കെതിരെ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് എനിക്കെതിരെ നടപടി. പറയാതിരിക്കാൻ MDക്കെതിരെ പറയാനും ഈ പറയുന്ന തൊഴിലാളി ദ്രോഹപരമായ നടപടികളെ എതിർക്കുവാനുമാണ് വെൽഫെയർ അസോസിയേഷൻ എന്നല്ല ഓരോ ട്രേഡ് യൂണിയൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. MDSക്ക് സ്തുതി പാടുവാൻ വേണ്ടിയല്ല ട്രേഡ് യൂണിയൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ വരുമാന ചോർച്ച തടയുന്നതിനും സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുന്നതിനും നിങ്ങളെ കൊണ്ടൊരു ചുക്കിനും കൊള്ളില്ല എന്ന് ഒരാവർത്തി ഞങ്ങൾ പറഞ്ഞതാണ്. ഇവിടുത്തെ ചെക്കർമാരെ കൊണ്ട് ഇതിന് കൊള്ളില്ല, പകരം സംവിധാനം ഏർപ്പെടുത്തണം. അപ്പോൾ എന്താണ് ഇവിടെ ഈ ചെക്കർ ഓഫീസർമാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ലീഡർമാരായി, രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാം ട്രേഡ് യൂണിയൻ നേതാക്കളായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് കാര്യക്ഷമമല്ല, നിങ്ങൾക്ക് ഈ പണി പറ്റില്ല, അറിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനി വീണ്ടും കുഴപ്പത്തിലേക്കാണ് MD പോയിക്കൊണ്ടിരിക്കുന്നത്. MD കുഴപ്പത്തിലേക്ക് പോകുന്ന പറയാം. ഓരോ യൂണിറ്റിലും ഒരു ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മാത്രം ഉണ്ടായിരിക്കും. ടിആന്റെ അഭാവത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിർദ്ദേശിക്കുന്ന ഇൻസ്പെക്ടറിനെ സ്ക്വാഡ് യൂണിറ്റിൽ നിന്നും ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാണ്. ഈ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ടോബിൻ തച്ചങ്കരി സാർ വന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് MD പ്രമോദ് ശങ്കർ സാറിന് അറിയാമോ? ആദ്യം തന്നെ ഈ 35 വർഷമായിട്ട് നിലവിലില്ലാത്ത തസ്തികയായിട്ടുള്ള ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജനറൽ എന്നുള്ളത് എടുത്തു മാറ്റി, ബോർഡും മാറ്റി. കാരണം രാഷ്ട്രീയ കക്ഷികളുടെ നോമിനിയാണ് ഓരോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരും. ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ നോമിനികളാണ്. അവർ MD പറയുന്നതല്ല കേൾക്കുന്നത്, അവരുടെ യൂണിയൻ നേതാവ് പറയുന്ന കേൾക്കുന്നത്. ഇത് ഇവിടെ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. KSRTC MD ആയിരുന്ന ശ്രീ ടോബിൻ തച്ചങ്കരി സാറ് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരെ മുഴുവൻ പിരിച്ചുവിട്ടു. ഇവിടെ ഈ ഡിജോ കാപ്പനെ പോലെയുള്ള ആളുകൾ KSRTCയുടെ കാര്യം പറയുമ്പോൾ പൊതുജന സമൂഹത്തിൽ ഇരുന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഈ വണ്ടി സർവീസ് നടത്തുമ്പോൾ ഏകദേശം 40-45 ട്രെയിൻ സർവീസ് വന്ന് കടന്നു പോകുന്ന ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ സ്റ്റേഷൻ മാസ്റ്റർ മാത്രമല്ല, അവിടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഉണ്ടോ? എന്താണ് CMD അത് പഠിപ്പിച്ചില്ലേ മദ്രാസ് IIT-ന്ന്? അപ്പോൾ നിങ്ങൾ എന്നോട് ചൂടായിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഈ പണി അറിയത്തില്ല എന്നുള്ളതിന് തെളിവാണിത്. ഇവിടുത്തെ അതിന്റെ പറയുന്നതാണ്, ഇവിടെ ഒരു ATOമാരുണ്ട്, ഇവിടെ യൂണിറ്റ് ഓഫീസർ ഉണ്ട്. ആ യൂണിറ്റ് ഓഫീസറുടെ മേലെ ഒരു ആളെ വെച്ചിരിക്കുകയാണ് ജനറൽ കൺട്രോളിംഗ്. എന്താണ് അയാളുടെ യോഗ്യത? അയാളുടെ തസ്തിക, അയാളുടെ നിയമനം എങ്ങനെയാണ്? ജനറൽ കൺട്രോളിംഗിന്റെ നിയമനം എങ്ങനെയാണെന്ന് MD മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയൂ, ഇല്ലെങ്കിൽ മിനിസ്റ്റർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയൂ. ഒരു യോഗ്യതയില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഭരണകക്ഷി യൂണിയന്റെ നേതാവായിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ നേതാവ് നിർദ്ദേശിക്കുന്ന ഒരാള് ഇങ്ങനെ മാത്രമാണ് ജനറൽ കൺട്രോളിംഗിനെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അല്ല എന്ന് നിങ്ങൾ പറയൂ, ഞാൻ തെളിയിച്ചു തരാം ആണ് എന്ന്. അപ്പോൾ അങ്ങനെ ജനറൽ കൺട്രോളിംഗുമാരെ നിയമിക്കുന്നു. അത്തരം ജനറൽ കൺട്രോളിംഗുമാർ അവരുടെ ട്രേഡ് യൂണിയൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ ഭരണകക്ഷി യൂണിയന്റെ ഒരു സമരത്തിന് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആ യൂണിയനിൽപ്പെട്ടയാള് കണ്ണൂര് ഇരുന്ന ഒരാൾ രാത്രിയിൽ പോകേണ്ട സർവീസുകൾ തിരിച്ചു വിളിച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്ത് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജീവനക്കാരെ നിർബന്ധിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് KSRTC ചരിത്രത്തിന്റെ ഏടുകളിൽ. അപ്പൊ അതുകൊണ്ട് MD ഈ ഇരിക്കുന്ന ഉത്തരവ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം സംഭവിക്കോ? ഒന്നുമില്ല. നിലവിൽ ലൈനിൽ പരിശോധന കാര്യക്ഷമമല്ല. KSRTC വരുമാന ചോർച്ച ഉണ്ടാവുന്നു. നിങ്ങൾ ഈ പറയുന്ന ചെക്കർമാർ അവർ കൃത്യമായി ജോലി എടുക്കുന്നില്ല. അവർ ബസ് സ്റ്റാൻഡുകളിൽ നിന്നുകൊണ്ട് മാത്രം ബസ് ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കാറ്റഗറി സംഘടനയായി. അപ്പോൾ ഇതാണ് MD മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ പോകുന്നത് നാശത്തിലേക്കാണ്. കാരണം നിങ്ങൾ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജനറൽ എന്നുള്ളതിന് കൂടുതൽ അധികാരം കൊടുക്കുന്നു. അപ്പോൾ ATO DTOമാർ നോക്കുകുത്തികളായി മാറുന്നു. MDയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു സൂപ്പർ പവർ ആയിട്ട് ഇവിടുത്തെ ഈ ജനറൽ CI പിന്നെ MD നിർദ്ദേശിക്കുന്ന സ്ക്വാഡ് ICമാർ വരികയും
ഈ ഡിപ്പോ അധികാരികൾ നോക്കുകുത്തികളായി മാറുകയും സർവീസ് വീണ്ടും കുളമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാഴ്ച. കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്നു എന്ന് പറഞ്ഞ പോലെ ഭരിച്ച് KSRTC ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് KSRTCയുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ട്രേഡ് യൂണിയൻ ഇടപെടുന്നു. ആ ഇടപെടലുകൾ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജനറൽ എന്നുള്ള സീറ്റിലിരിക്കുന്ന ആളുകളിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം സ്ഥാനങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ നിയമനങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളുടെ ഈ പ്രവർത്തനത്തിലെ കൈകടത്തൽ ഇപ്പൊ എറണാകുളത്ത് കണ്ടില്ലേ, അങ്ങനെ കൈകടത്തി അവിടുത്തെ ഓർഡർ ഓഫീസർ ഉബൈദ് ആ കൂട്ടത്തിൽ കൂടി അതിന്റെ കളിയിൽ ഒരു പങ്കാളിയായി അവിടെ ഷണ്ടിങ് ഡ്രൈവറെ നിർത്തി അവിടെ മുഴുവൻ കുളമായി നിൽക്കുന്ന കണ്ടില്ലേ. അത് MD മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഏതൊരു മാധ്യമത്തിൽ ആരെങ്കിലും സ്വാധീനിച്ച് വാർത്ത കൊടുത്തത് കൊണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടോ അല്ല അവിടെ പരിപാടി നടത്തേണ്ടത്. അവിടെ നടത്തേണ്ടത് എന്താണ് KSRTC എന്നും എന്താണ് സർവീസ് ഓപ്പറേഷൻ എന്നും മനസ്സിലാക്കാൻ അറിയാവുന്ന ആളുകളോട് ചോദിച്ചു പഠിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ പണി വീണ്ടും കുളമായി മാറും. ഇല്ലെങ്കിൽ ഈ പണി കൃത്യത അവിടെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാവില്ല. ഇല്ലാത്ത തസ്തികകളിലേക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് ഡിപ്പോകളുടെ പ്രവർത്തനം, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ വണ്ടികളുടെ സ്വഭാവം, യാത്രക്കാരുടെ കൂടുതലുള്ള സമയങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുടെ കയ്യിൽ അവിടെ നിയന്ത്രണം പറയേണ്ടതിന് പകരം മറ്റ് ഭാഗ്യശക്തികളിലേക്ക് ഇതിന്റെ ഡിപ്പോ അധികാരം പോകുന്നു. അവിടെ ജീവനക്കാരെ വീണ്ടും പീഡിപ്പിക്കുവാൻ വേണ്ടി ഇവർക്ക് പ്രചോദനമായി തീരുന്നു എന്നുള്ളതാണ് വെൽഫെയർ അസോസിയേഷൻ ഈ വിഷയത്തിൽ പറയുവാനുള്ളത്. നന്ദി. Thank you.